ഒന്ന് പത്രോസിന്റെ ലേഖനം സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേദവാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വേദവാക്യം. കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയിരുന്നു. തുടർന്ന് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് അല്പമായിട്ട് നമ്മൾ ചിന്തിക്കുകയും, അല്ലെങ്കിൽ ചിലർ എന്നെ നോക്കിയിട്ട് ചോദിക്കുക, വിശ്വാസം വിട്ട് കളഞ്ഞോ? വിശ്വാസം വിട്ടിട്ടില്ല, ഇതൊന്ന് കയറിയത് കൊണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. വിശ്വാസത്താലല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആമേൻ. നിങ്ങളുടെ നടുവിൽ വിശ്വാസം പ്രസംഗിക്കുക മാത്രമല്ല, ദൈവം എൻ്റെയും ജീവിതത്തിൽ വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ 2 ദിവസം അമേരിക്ക കോൺസുലേറ്റിലെ അല്ലെങ്കിൽ ബയോമെട്രിയും ഇൻ്റർവ്യൂ ആയിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ USA വിസ അടിച്ച് കിട്ടി. പ്രൈസ് ദി ലോർഡ്. വന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പുറകെ കാനഡ വിസയും ദൈവം അടിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഴിഞ്ഞ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ മേലൊക്കെ എനിക്കറിയാം നിങ്ങൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന്. കാരണം അടിച്ചു കിട്ടി ഇയാൾ വല്ല വഴിക്കും പോകുമെന്ന് കരുതി കുശുമ്പ് കണ്ടോ? പിന്നെ പുള്ളിയെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇരുത്തിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ മൗനമാണോ? എന്തായാലും അടിച്ചു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നൊന്നും പോകുന്നില്ല. സ്തോത്രം. അല്പം സമയമൊക്കെ എടുത്ത് സാവധാനമേ പോകുന്നുള്ളൂ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ജൂലൈ 4 തൊട്ട് 7 വരെയാണ് മീറ്റിംഗ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ ആ സമയത്തേക്ക് പോകുന്നില്ല. ഓഗസ്റ്റിലേക്ക് ദൈവം വെച്ചാൽ ഞാനും നമ്മുടെ ശിഷ്യനും കൂടി ഫിലദൽഫിയയിൽ ഒരു അടിക്കും. അതെ, ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ചൊന്ന് പോകാൻ അവരിങ്ങനെ മീറ്റിംഗ്, IPCയുടെ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൈവം ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയ വാക്യം ഇവിടെ വായിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. 4 പ്രത്യേക തരത്തിലെ അനുഭവങ്ങളെ ദൈവം നമുക്ക് നൽകി തന്നു. ഒന്ന്, ഒരു ജാതി, ഒരു രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, പിന്നെ സ്വന്ത ജനം. അപ്പം നമ്മളെ വിളിച്ച് ദൈവം പുറത്ത് കൊണ്ടുവന്നു. ആമേൻ. എവിടേക്കാ ദൈവം കൊണ്ടുവന്നേ? ഒരു അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്, അല്ലേ? എല്ലാവരും പറഞ്ഞ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പം നിങ്ങളോ ആമേൻ എവിടെയായിരുന്നു എന്ന് ദൈവദാസൻ പറയുന്നു. നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. ഒരല്ലി എന്ന് പറഞ്ഞേ. കൊളോസ്യ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്. ആ വാക്യം 1-ാം അധ്യായത്തിലാണ്. നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹ സ്വരൂപനായ ദൈവം. അപ്പം നമ്മൾ എവിടെയായിരുന്നു? ഇരുട്ടിലായിരുന്നു. ഇവിടെ നമ്മൾ അന്ധകാരത്തിലായിരുന്നു. അപ്പം ഇരുട്ടിലായിരുന്ന നമ്മെ ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്ന് ദൈവം നമ്മെ എവിടേക്ക് കൊണ്ടുവന്നു? വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആരായിരുന്നു ആ വെളിച്ചം? ഏത് വെളിച്ചത്തിലേക്കാ നമ്മളെ കൊണ്ടുവന്നത്? നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ 7 അവകാശവാദങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. 7 അവകാശവാദങ്ങൾ. അതിൽ ഒന്ന്, ഞാൻ ആടുകളുടെ നല്ല ഇടയൻ, ഞാൻ വാതിലാകുന്നു. ഇങ്ങനെ പറയുന്ന അവകാശവാദങ്ങളിൽ യോഹന്നാൻ 8-ാം അധ്യായത്തിലെ ഏറ്റവും ആഴമായ ഒരു ശബ്ദമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോളെ നമ്മളെ ഇരുട്ടിൽ നിന്നും ഏത് പ്രകാശത്തിലേക്കാ ദൈവം നമ്മെ കൊണ്ടുവന്നത്? അത്ഭുത പ്രകാശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മശിഹാ തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അവൻ വെളിച്ചം ആയിരുന്നു. അവൻ വെളിച്ചം. 3-ാമത്തെ വാക്യം. അവൻ 3-ാമത്തെ വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഇല്ല. എന്നോട് ചേർന്ന് പറ, നിങ്ങളുടെ വചനം പറ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജീവൻ മനുഷ്യരുടെ
വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ എന്ത് ചെയ്യുന്നു? ഇരുളോ അതിനെന്ത് ചെയ്യത്തില്ല. ഇരുട്ട് എത്ര വലുതാണെങ്കിലും വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ഇരുട്ടോ എത്ര പ്രബലമായാലും വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ട് മുട്ടുമടക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളെ ദൈവം കൊണ്ടുവന്നത് ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്കല്ല, ഇരുട്ടിൽ നിന്ന് ദൈവം നിങ്ങളെ വെളിച്ചത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഞാനും നിങ്ങളും ഇന്ന് കാലിൽ ചവിട്ടി നിൽക്കുന്നത് ഇരുട്ടിന്റെ ശക്തിയുടെ നടുവിലല്ല, വെളിച്ചത്തിന്റെ നടുവിലാണ്. ഹല്ലേലൂയ. ആ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്നെ നയിക്കുന്നത് ഒരു വെളിച്ചമാണ്, എന്നെ പുലർത്തുന്നത് ഒരു വെളിച്ചമാണ്. ഞാൻ ഇന്നായിരിക്കുന്നത് ഇരുട്ടിലല്ല നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്നത് വെളിച്ചത്തിന് നടുവിലാണ്. ആ വിശ്വാസമുള്ള ദൈവ കുഞ്ഞുങ്ങൾ കരം അടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്. ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നത് എവിടെയാണ്? ഇരുട്ടിലല്ല, ഇരുട്ടിലല്ല, ഞാൻ നിൽക്കുന്നത് വെളിച്ചത്തിന് നടുവിലാണ്. ആമേൻ. 91-ാം സങ്കീർത്തനം അതിന്റെ 6-7 വാക്യങ്ങളിൽ ഇവിടെ എങ്ങനെയുണ്ട്? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് എന്ത് ചെയ്യാനില്ല, നിനക്ക് ഭയപ്പെടാനില്ല. എന്തുകൊണ്ട്? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് ഭയപ്പെടാനില്ല. നിങ്ങൾ നിൽക്കുന്നത് വെളിച്ചത്തിലാണ് നിൽക്കുന്നത്. കരമുയർത്തി ദൈവത്തിന് നന്ദി പറ. ഞാൻ പറയുന്ന ഓരോ വചനങ്ങൾക്ക് നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞു വിടാമെങ്കിൽ അത് ജീവനായി നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ഇരുട്ടിലേക്കല്ല, നിങ്ങളെ വിളിച്ചോണ്ട് വന്നത് വെളിച്ചത്തിലേക്കാണ്. ഞാനും നിങ്ങളും കുടുംബമായി വസിക്കുന്നത് ഇരുട്ടിന്റെ ശക്തിയിലല്ല, പകരം വെളിച്ചത്തിന്റെ ശക്തിയിലാണ്. യെശയ്യാ പ്രവചനം 61-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. എന്തിനാ കർത്താവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? എനിക്കൊരു സ്വാതന്ത്ര്യം തരാനാണ്. എന്തിനാ എന്റെ ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? ഹൃദയം തകർന്നവന്റെ മുറിവ് കെട്ടാൻ വേണ്ടിയാണ്. എന്തിനാ എന്നെ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്? എനിക്കൊരു വിടുതൽ തരാൻ വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നെയും ഇരുട്ടിലേക്ക് തള്ളാനല്ല, പകരം എനിക്കൊരു വിടുതൽ നൽകി തരാനാണ്. ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് സ്വാതന്ത്ര്യം തരാനാണ്. കരമടിച്ചു ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കൊണ്ടുവന്നത് വെളിച്ചത്തിലേക്കാണ്. എന്തിനു കൊണ്ടുവന്നു? ഒരു സ്വാതന്ത്ര്യം തരാൻ. എന്തിന്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ. എന്തിന്? ഒരു വിടുതൽ തരാൻ. ഇത്രയും കാര്യങ്ങൾക്ക് ആ ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? അതുകൊണ്ട് വെളിച്ചത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് യെശയ്യാ 60:1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം ഇതൊക്കെ വായിക്കാൻ നോക്കി നിൽക്കുന്നത്. യെശയ്യാ 60:1 എന്നൊക്കെ പറയുമ്പോൾ ചാടി വീണ് ദൈവമക്കൾ വചനം പറയണം, ചുമ്മാ ഇരിക്കരുത്. ആമേൻ, സ്തോത്രം. ബൈബിൾ വായനയുടെ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട് കേട്ടോ. ബൈബിൾ പാരായണത്തിൻ്റെ ചെറിയ കുറവുണ്ട്. അവൻ കേൾക്കുന്നത് കൊണ്ട് മാത്രം, ഞായറാഴ്ചത്തെ വന്ന് വീഴുന്ന ഈ മെസ്സേജ് കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തരാകരുത്. നല്ലതുപോലെ വചനം പഠിക്കാനും വായിക്കാനും സമയം കണ്ടെത്തണം. എത്ര സമയം വചനം വായിക്കാം അത്രയും സമയം വായിക്കണം. അവൻ എന്നും സങ്കീർത്തനം മാത്രം വായിക്കരുത്, തുടർമാനമായ ലേഖനങ്ങളും അവൻ ഒക്കെ വായിക്കണം. സ്തോത്രം. കർമ്മികർ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ, സ്തോത്രം. ഞങ്ങൾ ചില സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് റെഫറൻസ് പറയുമ്പോൾ തന്നെ ആളുകൾ, സഭക്കാരെല്ലാം കൂടി വചനം പറയാൻ തുടങ്ങും. അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് അറിയാവുന്നവർ മിണ്ടാതിരിക്കരുത്. സ്തോത്രം, മിണ്ടാതിരിക്കരുത്. നിങ്ങൾ ആമേൻ വചനം പറയുമ്പോൾ തന്നെ ചാടി വീണ് പറഞ്ഞേക്കണം. ആമേൻ. യെശയ്യാ 60:1 പറയുന്നു, ഹൃദയം എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അപ്പൊ ദൈവം വചനം പറയാണ്, നമ്മളെ വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് കൊണ്ട് ഇനി നമുക്ക് ഇരിക്കാൻ സമയമില്ല. എഴുന്നേറ്റ് പ്രകാശിക്കാനാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്തുകൊണ്ട്? വെളിച്ചം നമ്മുടെ മേൽ വന്നു. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ മേൽ ഒരു വെളിച്ചം വരുമ്പോൾ മറ്റൊരു കൂട്ടർ കൂടി ഇവിടെ ഉണ്ട്. ആരാണ് ആ കൂട്ടർ? അടുത്ത വാക്യം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു.
മൂടുന്നു. കണ്ടോ, കൂരിരുട്ട് ആരെ മൂടുന്നു? ജാതികളെ. നിങ്ങൾ ആദ്യം വായിച്ച വാക്യം മറക്കരുത്. നിങ്ങളെയോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അപ്പൊ ഒരു ജാതിയെ വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നപ്പോൾ മറ്റൊരു ജാതി കൂരിരുട്ടിലാണ്. ഹലോ, ദൂത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളും ഞാനും വെളിച്ചത്തിൽ വസിക്കുമ്പോൾ, ഞാനും നിങ്ങളും വെളിച്ചത്തിൽ ദൈവമാക്കി വെച്ചപ്പോൾ, ഒരു കൂട്ടം ജാതികൾ ഇരുട്ടിനകത്താണ്. വെളിച്ചത്തിലായ ദൈവമക്കൾ ദൈവത്തെ ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്ത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കൂരിരുട്ടിൽ കിടക്കുന്ന ജാതി വെളിച്ചത്തിലേക്ക് വന്ന ജാതി. വെളിച്ചത്തിൽ വന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? വെളിച്ചത്തിനുള്ളതുപോലെ പകലിന്റെ മക്കളായി ജീവിക്കും. ആമേൻ. എന്ന് വെച്ചാൽ ഒരിക്കൽ ദാവീദ് പറഞ്ഞു, അവൻ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരം ദൈവം പ്രകാശമാക്കും. പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കും. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആളെ എനിക്ക് കാണാൻ കഴിയുന്നത് എന്നിൽ വെളിച്ചം വരുമ്പോഴാണ്. ദൂത് മനസ്സിലായോ? അടുത്തിരിക്കുന്ന വ്യക്തിയെ എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിയുന്നത് എന്നിൽ വെളിച്ചം വരുമ്പോഴാണ്. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ, എന്നിലെ വെളിച്ചം നഷ്ടപ്പെട്ടാൽ അടുത്തിരിക്കുന്ന സഹോദരനായി കാണാൻ കഴിയത്തില്ല, സഹോദരിയെ കാണാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? ദൈവമക്കളുടെ ജീവിതത്തിൽ വ്യത്യാസം വരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത്. നമ്മൾ ഇരുട്ടിലല്ല നിൽക്കുന്നത്, നമ്മൾ വെളിച്ചത്തിലായതുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനെ കണ്ടേ പറ്റൂ, അടുത്ത് അവൻ നടക്കുന്നവനെ കണ്ടേ പറ്റൂ. അവനെ തിരിച്ചറിയാതെ നമുക്ക് പോകാൻ കഴിയത്തില്ല. കാരണം ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഞാൻ വെളിച്ചത്തില്ല. നോക്കിക്കേ, ഇപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് കരണ്ടങ്ങ് പോയാൽ, ഇരുട്ടായാൽ, എന്റെ അടുത്തിരിക്കുന്ന ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. സ്വതന്ത്രം. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളെ ആക്കിയേ. പണ്ട് ഞങ്ങള് ഈ പരസ്യയോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ പോകുമ്പോ, പരസ്യയോഗത്തിൽ പ്രസംഗിക്കുമ്പോ ഈ പുരാണത്തിലെ പ്രാർത്ഥന ശബ്ദങ്ങളൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പറയും, അസത്തോമാം സത്കമയ മൃത്യുമാം അമൃതംഗമയ എന്നൊക്കെ പറഞ്ഞ് സാക്ഷി പറഞ്ഞിട്ടാ ഈ പരസ്യയോഗത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളോട് പറയും, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നടത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ട് ഒരൊറ്റയാളെ മറുപടി പറഞ്ഞുള്ളൂ, ആ സത്യത്തിന് സത്യത്തിലേക്ക് നടത്താൻ വെളിച്ചമാകുന്ന ക്രിസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത്? നമ്മൾ വന്നിരിക്കുന്ന വെളിച്ചത്തിലാ വന്നിരിക്കുന്നത്, നല്ല വെളിച്ചത്തിലാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണ് തുറന്ന് നമുക്ക് കാണാൻ പറ്റും, ഇവൻ ആരാ, ഇവൾ ആരാ, ഇതാരാ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വെളിച്ചത്തിലായതുകൊണ്ടാണ്. ഇപ്പൊ ദൂത് മനസ്സിലാവുന്നുണ്ടോ? അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നു എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നേ. ഇനി ആ ഭാഗം വിട്ടിട്ട് അടുത്ത ഭാഗം, നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. എന്തിനു വേണ്ടി വിളിച്ചു? അവന്റെ സൽഗുണങ്ങളെ ഒരല്ലി എന്ന് പറഞ്ഞേ. എന്നെ ദൈവം വിളിച്ചത് അവന്റെ സൽഗുണം ഘോഷിപ്പാനാ എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറക്കി ഒരു അല്ലി എന്ന് പറ. ഇനി അടുത്തിരിക്കുന്ന അവിടെ ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത തോന്നല്ലേ? അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് കൈ കൊടുത്ത് പറ, ഞാൻ അവന്റെ സൽഗുണം ഇടക്കും തലക്കുമെങ്കിലും അനേകരോട് പറയാറുണ്ട് എന്ന് പറയാൻ കഴിയുന്നവർ കൈ കൊടുത്തെന്ന് പറഞ്ഞ്. തമ്പുരാൻ കാണുന്നുണ്ട്, ശരിക്ക് കാണുന്നുണ്ട്. കള്ളത്തരം കാണിച്ച് ചിലപ്പോൾ കൈ തളർന്നു പോകും. അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറയുക, ഒരു കൈ പാരലൈസായി പോകും, കൈയില്ലാത്തവനായി പോകേണ്ട ഗതികേട് വരും. അതുകൊണ്ട് ആമേൻ, നല്ലതുപോലെ സത്യസന്ധമായിട്ട് പറ, എന്നെ സൽഗുണം ഘോഷിപ്പാനാ ദൈവം തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് എന്നാൽ ആവുന്നിടത്തോളം ഈ സൽഗുണം ഞാൻ ഘോഷിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്നവരൊന്ന് കൈ കൊടുത്തേ.
പോയില്ലേ? സംഗതി പോയില്ലേ? ഇവിടെ പരാജയപ്പെട്ടു. നമ്മള് ചുരുങ്ങിപ്പോയി. എങ്ങനെയാണെന്നറിയോ? എൻ്റെ ദൈവത്താൽ പറ നിശ്ചയം അനുഗ്രഹം, ജീവിത പങ്കാളിയും. അത് വിട്ട് പുറത്തു വന്ന പരിപാടിയില്ല. പച്ച വെള്ളം ഒരുത്തന്നെ കൊടുക്കത്തില്ല. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും, പിന്നെ എൻ്റെ സമ്പത്തും. വേറെ ഒരുത്തന്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടരുത്. എൻ്റെ സമ്പത്ത് മാത്രം എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പിന്നെ അടുത്ത വരി എന്താ? എന്നോട് എതിർക്കുന്ന നിന്നെ ശരിയാക്കുന്ന ദൈവം. ഞാൻ കണ്ടിട്ടുണ്ട് ആ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ആളുകളുടെ എക്സ്പ്രഷനൊക്കെ ഞാൻ കാണും. അതുപോലെ എന്റെ ദൈവത്താൽ പാടുന്നവർ എന്നോട് എതിർക്കുന്ന കയ്യടി എന്നൊക്കെ പാടും. 1.5 കൈ ശത്രുക്കളെല്ലാം നമുക്ക് ആ കയ്യടി കാണുമ്പോൾ അറിയാം അതിന് നടുക്ക ശത്രു അരഞ്ഞു പോയെന്ന്. നമ്മുടെ എല്ലാം അങ്ങനെയാ. നമ്മളെല്ലാം അതിനകത്ത് ഒതുക്കി, പാട്ടിനകത്ത് ഒതുക്കി, വചനത്തിനകത്ത് ഒതുക്കി. ഒരു അല്ലലി എന്ന് പറ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഉണ്ട്. അപ്പോ നമ്മളെ വിളിച്ചത് എന്തിനാ? അവന്റെ അടുത്തിരിക്കുന്ന അത് കൈ കൊടുത്ത് മുഖത്ത് നോക്കി അല്പം കടിപ്പിച്ച് പറയും, ഇനിയെങ്കിലും ആ സൽഗുണം ഒന്ന് ഘോഷിക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇനിയാണ് അടുത്ത വിഷയം. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ ദൈവം തെരഞ്ഞെടുത്ത എന്തിനു വേണ്ടിയാ? ആവർത്തന പുസ്തകം ഒന്ന് വേഗത്തിലെടുക്കണം, നമുക്ക് ചിന്തയിലേക്ക് വരണം. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചോ. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത്. നമ്മളെല്ലാം ദൈവത്തെ സേവിക്കുന്ന എന്തിനാ? നമുക്കൊരു അവകാശം കിട്ടേണ്ടതിന്. പക്ഷേ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവം അല്ലെങ്കിൽ ദൈവത്തിന് അവർ ഒരു അവകാശമാകേണ്ടതിന്. ഒരാമേൻ പറയാൻ പറ്റുമോ? ബൈബിൾ നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് ഒരവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു. അപ്പൊ ഇസ്രായേലിനെ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തത്? അവകാശജനമായിരിക്കേണ്ടത്. ആർക്ക്? ദൈവത്തിന്. ദൈവത്തിന് ഒരു അവകാശമായിരിക്കാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സൈന്യങ്ങളുടെ യഹോവ, ഉന്നതനായ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് ദൈവത്തിന് അവർ ഒരു അവകാശമായിരിക്കാൻ. ഒന്നുകൂടി പറഞ്ഞാൽ അഹങ്കാരത്തോടെ ദൈവം പറയും, ഇവരെന്റെ അവകാശമാണ്. ഒരു സ്വോത്രം പറഞ്ഞേ. ഞാനൊരു ദൂതിലോട്ട് വരാം. നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര ആനന്ദം ഉണ്ടാകും, ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ അവരെ തെരഞ്ഞെടുത്തത് എനിക്ക് എന്തായിരിക്കേണ്ടതിന്? പറ. അവകാശമായിരിക്കേണ്ടതിന്. എന്നിട്ട് ആ ജനത്തെ നോക്കി ദൈവം പറഞ്ഞു, എന്റെ അവകാശത്തെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ഇത് മനസ്സിലായോ? എന്നിട്ട് സെക്കരിയ പ്രവചനത്തിനകത്ത് ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. അടുത്ത വാക്യം പറഞ്ഞു, ഞാൻ അവരെ തെരഞ്ഞെടുത്തത് കൊണ്ട് കാട്ടുപോത്തിന്റെ പേലം അവരുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? എണ്ണപ്പെടുന്നില്ല. ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലിനെ ദൈവത്തിന്റെ അവകാശമാക്കി ദൈവം വെച്ചു. എന്നിട്ട് എവിടുന്ന് ദൈവം കൊണ്ടുവന്ന അവകാശമാക്കി വെച്ചത്? അടുത്ത വാക്യം നിങ്ങൾ വായിക്കുക. അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പ് ഉലയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട്. നിങ്ങൾ എവിടെന്നാ കൊണ്ടുവന്നേ? മിസ്രയീമിൽ നിന്ന്. മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന്. അപ്പൊ ഇവരെവിടെയായിരുന്നു കിടന്നേച്ചേ? ഇരുമ്പുലയിൽ. എല്ലാരും പറഞ്ഞേ, ഇരുമ്പ് ഉലക്കകത്ത്. പക്ഷേ ഇവര് ഈ ചെങ്കട തീരത്ത് വന്നപ്പോ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ.
ചെങ്കടൽ തീരത്ത് വന്നപ്പോ ഇവരെന്നാ പറഞ്ഞേ? അല്ല, ഇവര് ഇങ്ങാണ്ടിന്റെ അരികി കിടക്കണമെന്നോ? ഇറച്ചിക്കലത്തിന്റെ ഇത്രയും കള്ളത്തരം പറയുന്ന ഒരാൾക്കാര്. ഞങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇറച്ചി കലത്തിനടുത്തായിരുന്നു. പിന്നെയോ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഇവര് കഴിച്ചുകൊണ്ടിരുന്നേ? ചിറ്റുള്ളി. നിങ്ങൾ പറയാതെ ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല. അങ്ങനെ ഞാൻ മാത്രം പ്രസംഗിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നന്നാകണ്ട. പറ, എന്തൊക്കെയായിരുന്നു? റോബിൻസൺ പാസ്റ്റർ ഉണ്ടായി, ഇപ്പൊ തന്നെ എടുത്ത് വായിച്ചേന്. പ്രൈസ് ദി ലോർഡ്. ചിറ്റുള്ളി, മത്തങ്ങ, ഇവയെല്ലാത്തിന്റെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ബൈബിൾ വായിക്കുന്നതിന്റെ ഒരു കുറവുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇതാ, ഇതിലോട്ട് കയറി വരണം, ഇതിലോട്ട് കയറി വരണം. ഇട്ടു. ഇനിയെങ്കിലും ഇത് വായിച്ചേ, വായിച്ചോ? ആ, മാറ്റിക്കളയല്ലോ മോനെ, അത് തന്നെ ഇട്ടു. ആ, ആദ്യം ഇട്ടല്ലോ. ആ, വായിച്ചേ, വായിച്ചോ മാഷേ. ഇവിടെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ മിസ്രയീമിനെ വെച്ച് വില കൂടാതെ എന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. പക്ഷെ കർത്താവ് ഇവരെ പിടിച്ചെവിടുന്ന? ഇരുമ്പൊലയെന്ന്. കർത്താവ് പറഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്നത് ഇതിന് നടുവിലൊന്നൊന്നും അല്ല, ഞാനിവിടെ കൊണ്ടുവന്ന് ഇതിനകത്തുനിന്നാ കൊണ്ടുവന്നു. ഒരു ഹല്ലേലൂയ പറ. നമ്മളുമൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാ വരുന്നേ. പക്ഷെ വന്നങ്ങ് സ്ഥിതിയൊക്കെ മാറുമ്പോൾ നമ്മൾ പിന്നെ പറയും, ഞങ്ങളെന്നും മട്ടനായിരുന്നു, ചിക്കനായിരുന്നു, മത്തങ്ങയായിരുന്നു, തേങ്ങയായിരുന്നു. നമുക്കറിയാമല്ലോ ഇവരെന്താ കഴിച്ചോണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? ഈ കണക്കൻ ഗൾഫിൽ പോയ കണക്കാ, മനസ്സിലായില്ലേ? തെങ്ങേറ്റക്കാരനൊരു വിസ കിട്ടി അബുദാബി പോയെന്നാ പറയുന്നത്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബുദാബി പോയിട്ടും പുള്ളി തിരിച്ചു വന്നപ്പോ പുള്ളിയുടെ വീടിന്റെ വാതിക്ക് 10 തേങ്ങ കിടക്കുന്നു. പുള്ളി അപ്പനോട് ചോദിച്ചെന്നാ പറയുന്നത്, എന്നത്തും കായാന്ന്. ഇത് എന്നത്തും കായാന്ന് ചോദിച്ചതുപോലെ പുള്ളി ഇതായിരുന്നു പരിപാടി, കയറ്റമായിരുന്നു പരിപാടി. പക്ഷെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി തിരിച്ചു വന്നപ്പോ പുള്ളിക്ക് വാതിക്കെ കിടക്കുന്ന സാധനം എന്നാന്ന് പറ, ഒരു പിടുത്തവും ഇല്ല. ഇങ്ങനെയാ ദൈവമക്കളുടെയൊക്കെ പരിപാടി. നമ്മളൊക്കെ കഷ്ടതയുടെ അങ്ങ് നീർച്ചുളിനകത്ത്, ചുരുക്കി പറഞ്ഞാൽ സ്തോത്രം, ഉണ്ടാകുന്ന പുട്ട് വരെ അങ്ങ് അവസാനത്തെ ചില്ല് വരെ വടിച്ചിട്ട് ആമേൻ ഒരു കണയുടെ പീര തന്നെ 10 പുട്ടിനകത്തിട്ട് പെരുട്ടി തിന്ന നമ്മൾ ഇവിടെ വന്ന് ഇപ്പൊ സ്ഥിതിയൊക്കെ മാറിയപ്പോ ഞങ്ങൾ KFC, പിന്നെ പറ പിസ. ഇന്നലെ മമ്മി പിസ്സ മേടിച്ചു വെച്ചിരിക്കുന്നു. ആർക്ക് വേണം പിസ്സ? ഒരുത്തി എന്നോട് പറഞ്ഞതാ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നും അൽഫാം, എന്നും കഞ്ഞി കടിച്ചു. കഞ്ഞി കുടിക്കാൻ പച്ചമുളകില്ലാഞ്ഞവളാ. ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി വരികയാണ്. ഇപ്പൊ സ്ഥിതിയൊക്കെ മാറി. ഇച്ചിരി കടിക്കാനും പുളിക്കാനും വലിക്കാനും ഒക്കെ കിട്ടിയപ്പോ കുഞ്ഞെ ആള് കളിക്കല്ലേ, തമ്പുരനാടിച്ച് ഏണിയും പാമ്പും കളിക്കുന്ന പോലെ താഴെ കൊണ്ടുവരും. ഏണിയും പാമ്പും കളിച്ചിട്ടുണ്ടോ സിസ്റ്റർ? സത്യം പറയണം, കളിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും പാമ്പിന്റെ കടിയേറ്റ് താഴെ വന്നിട്ടുണ്ടോ? ഉണ്ട്, എത്രയോ പ്രാവശ്യം. അന്നേരം ഒരു സങ്കടം തോന്നിയിട്ടില്ലേ? നമുക്ക് തോന്നും. ഇതിന്റെ നടുക്കൊരു ഏണിയുണ്ട്. ആ ഏണിയെ കൂടി കേറുമ്പോ ഒരു സന്തോഷമാ. കറക്റ്റ് അടുത്ത സ്റ്റെപ്പ് മറ്റവന്റെ വായിൽ നേരെ വരുന്നു ഒന്നില്. ഞാൻ ഒരു കാര്യം പറയാം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞെളിയാതെ ഭയപ്പെട്ടേക്ക്. മക്കളെ, ഇന്ന് തരുന്നത് സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. അത് നഷ്ടപ്പെടാൻ ഒരുപാട് സമയം വേണ്ട, അതില്ലാതാകാൻ ഒരു സമയം വേണ്ട. ഇന്ന് ദൈവം തരുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദയയാണ്.
ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവർക്ക്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. സൗജന്യ റേഷന് വേണ്ടി ക്യൂ നിന്നവരിലല്ലേ പലരും. റെഡ് ക്രോസിന്റെ കമ്പപ്പൊടിക്ക് വേണ്ടി സഞ്ചിയും കൊണ്ട് പോയി നിന്നവരല്ലേ നമ്മളിൽ പലരും. പക്ഷെ ഇന്ന് നമ്മൾ മാറിയല്ലേ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിന്നെ അന്ധകാരത്തിൽ നിന്ന് ദൈവം കൊണ്ടുവന്നത് വെളിച്ചത്തിനകത്തേക്കാ. ഒരു സ്വോത്രം പറ, ഒരു സ്വോത്രം പറ, ഒരു ഹല്ലേലൂയ പറ. അവിടുന്ന് ദൈവം നമ്മെ കൊണ്ടുവന്നത്, ആ സാഹചര്യത്തിൽ ദൈവം നമ്മെ കൂട്ടിവരുത്തിയത്. ഹല്ലേലൂയ. അവിടെ പറയാണ്, ഞാൻ അവരെ ഇരുമ്പുലക്കകത്തുനിന്ന് എന്റെ ജനമായി തെരഞ്ഞെടുത്തു. എന്റെ അവകാശമാകേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്തു. ദൈവമക്കളെ, ഇത്രയും വലിയൊരു മാന്യത തന്ന ദൈവത്തെ, ഇത്രയും വലിയ പദവി തന്ന ദൈവത്തെ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഞാൻ അടുത്തൊരു ഭാഗത്തോട്ട് വരുന്നു. നിങ്ങൾ എന്നോട് കൂടെ ഈ വചന പഠനത്തോടൊപ്പം ഒന്ന് വരണേ. 7-ാം അധ്യായം എടുത്ത് 7-ാം അധ്യായം 7-6 വായിച്ചേ. 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആവർത്തനം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാണ്. നമ്മളെ ദൈവം എന്തിനാ മാഷ തെരഞ്ഞെടുത്ത്? വിശുദ്ധ ജനമാകാൻ. ആമേൻ. ഇരുമ്പുലക്കകത്തുനിന്ന്, ഇരുമ്പുലയുടെ സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത്, ഇസ്രായേൽ ദൈവം പുറത്തു കൊണ്ടുവന്നത് ഒരൊറ്റ കാര്യത്തിന്, നീ എനിക്ക് ഒരു വിശുദ്ധ ജനമായിരിക്കേണ്ടതിന്. മക്കളെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ആരാകാനാ? എല്ലാവരും ഉറക്കി പറഞ്ഞേ, വിശുദ്ധ ജനമാകാനാ. ഞങ്ങൾക്കാർക്കും നിങ്ങളോട് ഒരു വഴക്കുമില്ല. നിങ്ങളോട് ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ നിങ്ങൾ ഞങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ തമ്മിൽ യാതൊരു പിണക്കവും ഇല്ലല്ലോ. പിന്നെയും ഞങ്ങളിടയ്ക്ക് നിങ്ങളെ തർജ്ജനം ചെയ്യുന്നതും ശാസിക്കുന്നതിൻ്റെയും കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് യഹോവയ്ക്കൊരു വിശുദ്ധ ജനമാകേണ്ടതിനാണ്. ഒരാമേൻ എന്ന് പറ. അത് ആ പദ്ധതി ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. ആ ചിന്ത ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവം പറയുന്നു, ഞാൻ എന്തിനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്? ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് ആരാകേണ്ടതിന്? പറ. ജനമാകേണ്ടത്. നമ്മളെ അടുത്തിരിക്കുന്ന ആളോട് പറ, നാം ദൈവത്തിന്റെ സ്വന്തമാന്ന് പറ. ഒന്ന് പറഞ്ഞു, നാം ദൈവത്തിന്റെ സ്വന്തമാ. നാം ദൈവത്തിന്റെ സ്വന്തം ജനമാ. സ്വന്തം ജനമാകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ആരായിരിക്കണം? 1-ാം വാക്യം, നാം വിശുദ്ധ. ദൈവം തെരഞ്ഞെടുത്ത എല്ലാവരും ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ഞാൻ സ്തോത്രം, ഞാൻ ചെന്നൈ ചെന്ന സമയത്ത് ചെന്നൈ ട്രാവിസയുടെ അവിടെ ഈ പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി ചെന്ന് 10 മണിക്ക് ഞാൻ ഓഫീസിലെത്തി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു മേഡമുണ്ട്. മാഡത്തിനോട് ഞാനിങ്ങനെ എൻ്റെ പേപ്പർ എല്ലാം മേശപ്പുറത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ പുറകെ തട്ടി, ബിജിപാസ് അല്ലേ ചെന്നൈയിൽ? ഞാൻ പറഞ്ഞ അതെ. ബിജിപാസേ, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. സോണി എന്ന പേര് അവനറിയാം, ലോഡ്സൺ അറിയാം. സോണി എന്ന പേര്. ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് സോണിയാണ്. സോണി പറഞ്ഞു, ഞാൻ അഞ്ചലുകാരനാണ്. നമ്മുടെ ലൈവ്, അവരുടെ ആരാധന കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് മീറ്റിംഗാണ് കൂടുന്നത്. ഇന്നും ലൈവിലുണ്ട്. സോണി പറഞ്ഞു, ഞാൻ എല്ലാ ഞായറാഴ്ച മീറ്റിങ്ങിന് കയറും. ഞാൻ പറഞ്ഞു, സന്തോഷം. ലെസ്റ്റർ എൻ്റെ കൂടെയുണ്ട്. അപ്പൊ പുള്ളി പറയാ, ഞങ്ങൾക്ക് ഇഷ്ടം എന്നാണ് ഭാഷ, എന്നും അനുഗ്രഹവും എന്നും വിടുതലും മാത്രമല്ല, ഭാഷ നല്ല ഉപദേശം കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി സന്തോഷമാണ്. മനസ്സിലായ? നല്ല ഉപദേശം, ഇടയ്ക്കിടയ്ക്ക് നല്ല തർജ്ജനം, നല്ല കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ
ഞങ്ങൾക്കും ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് നിർത്തിക്കളയല്ലേ, ഞങ്ങൾക്കതൊരു അനുഗ്രഹമാ. ഈ 2 ദിവസം മുമ്പ് അവൻ ചെന്നൈയിൽ വെച്ച് കേട്ട ഒരു മെസ്സേജാണ് ഞാൻ ദൈവസഭയോട് പറഞ്ഞത്. അനുഗ്രഹത്തിന് മെസ്സേജ് നിങ്ങൾക്ക് എവിടെ പോയാലും കേൾക്കാം. നിന്റെ വാലല്ല തലയാക്കുന്നുള്ളത് നിനക്ക് എവിടെ ചെന്നാലും കേൾക്കാം. പക്ഷെ ഇത് കേൾക്കത്തില്ല. അതിനെ ഇവിടെ ദൈവം കൊണ്ടുവന്നത്. ദൈവത്തിന് ആത്മ പറയുന്നു, നീ ദൈവത്തിന് സ്വന്തം ജനമാണ്. സ്വന്തം ജനത്തിന്റെ പ്രത്യേകത, സ്വന്തം ജന ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ഇത് പറയാൻ കേൾക്കാനാ ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ഇതൊരു പക്ഷേ ആരും പറഞ്ഞെന്നിരിക്കത്തില്ല കേട്ടോ. കാരണം വിചാരിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവം പറയുന്നു നിങ്ങൾ ആരായിരിക്കണം? വിശുദ്ധ ജനം. അപ്പൊ ദൈവം നമ്മൾ ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്തിനാ കൊണ്ടുവന്നേ? സഭ ഒരുമിച്ചെന്ന് പറഞ്ഞേ, വിശുദ്ധ ജനമാകാൻ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ കാഹള ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കൂട്ടം അശുദ്ധന്മാരെ കൊണ്ടുപോകാനല്ല, ഒരു കൂട്ടം വിശുദ്ധന്മാരെ കൊണ്ടുപോകാനാ. ഹല്ലേലൂയ. അശുദ്ധരെ ദൈവം കൊണ്ടുപോവില്ല. ദൈവം കൊണ്ടുപോകുന്നത് വിശുദ്ധന്മാരെയാണ്. ഇനി ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആരെ കൊണ്ടുപോകും മക്കളെ? ഒന്ന് പറഞ്ഞേ. വിശുദ്ധന്മാരെയാ കൊണ്ടുപോകുന്നേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ആഴമായ ദൂതിന്റെ പ്രത്യേകത, നിങ്ങളുടെ ജീവിതത്തെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുറപ്പുള്ള എല്ലാ സഹോദരിമാരും എല്ലാ സഹോദരന്മാരും ക്രിസ്തുവിൽ ആമേ താഴ്മയോട് ഞാൻ ഓർപ്പിക്കുന്നു, വിശുദ്ധ ജനമായിരിക്കാൻ ദൈവം നിങ്ങളുടെ മേൽ കൃപ ചെയ്യട്ടെ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം, കൃപയാലല്ലോ. അതൊരു പ്രവൃത്തി കാരണമല്ല. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, നാം യേശുവിനെ അറിഞ്ഞത് കൃപയാൽ, ഇതിനകത്ത് വന്നത് കൃപയാൽ, രക്ഷ അനുഭവിച്ചത് കൃപയാൽ. അതിന് പ്രവൃത്തി കാരണമല്ല. പക്ഷെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനം സ്വന്തം ജനമായി ദൈവം നമ്മെ മാറ്റിയപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കണം. കൈവിടപ്പെട്ടു പോവരുത്. അടുത്തിരിക്കുന്ന ആളോട് മുഖത്ത് നോക്കി കൈവിടുത്ത് പറ, കൈവിടപ്പെട്ടു പോവരുത്. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് പോയ സഹോദരന്മാരെ എല്ലാവരും ഒന്ന് കേൾക്കണേ. ഇത് കേൾക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ട്. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഓടി ആ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ പള്ളിമുക്കിലേക്ക് പോകാൻ ഒരു ബസ് നിങ്ങൾക്ക് മിസ്സായി. കുഴപ്പമില്ല, പുറകെ വരുന്നുണ്ട് ബസ്. ചെന്നൈയിലേക്ക് പോകാൻ ഒരു ട്രെയിൻ നഷ്ടമായാൽ അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയാൽ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഒരു കല്യാണം കൂടാൻ പറ്റിയില്ല, വിട്ടേക്ക്, അടുത്ത് എവിടെയെങ്കിലും ഒരു കല്യാണം കൂടാം, കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് ഒരു സാധ്യതയുണ്ട്. രണ്ടാമത് സാധ്യതയില്ലാത്ത ഒരേ ഒരു കാര്യം യേശുവിന്റെ രണ്ടാം വരവാ. വല്ലപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പനും അമ്മമാർ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ജീവിച്ചു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ കാഹളത്തോടെ വരുമ്പോൾ കാഹളം കേൾക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ അവരെടുക്കപ്പെടും. അടുത്തൊരു പോക്ക് നിങ്ങൾക്കില്ല മക്കളെ. ഒരുമിച്ച് പോയില്ല എങ്കിൽ ഈ ലോകത്തിലെ ജീവിതം നാശകരമാണ്. അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത ജന ദൈവസന്നിധി വിശുദ്ധരായിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടാ. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിനകത്ത് വല്ലപ്പോഴും കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാറുണ്ടോ? ഉണ്ടോ? വല്ലപ്പോഴുമെങ്കിലും യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് നിങ്ങളുടെ മക്കളോട് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം, അവർ ഈ ലോകമോഹത്തിലേക്ക് അവർ പോവത്തില്ല.
മോനെ, ഈ രക്ഷിക്കപ്പെടുന്നതിന് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെട്ടവന്റെ വീട്ടിൽ രക്ഷിക്കപ്പെട്ടവനുണ്ട്. ഇന്നത്തെ ഭൂരിഭാഗം ആളുകളും രക്ഷിക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെട്ടവരുടെ വീട്ടിൽ രക്ഷപ്പെട്ട് കയറി വന്നവരാ. മനസ്സിലായൊന്നും എനിക്കറിയത്തില്ല. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മക്കളും സൺഡേ സ്കൂളിൽ വന്നു. 12 വയസ്സായപ്പോ അവര് പറഞ്ഞു, കൊച്ചിന് 12 വയസ്സായി, പക്ഷേ മുക്കിയാലോ? നിങ്ങൾക്ക് സമ്മതമാണോ? മുക്കിയേക്കാം. പക്ഷെ എന്റെ ചോദ്യം, എത്ര കുഞ്ഞുങ്ങളുടെ അകത്ത് യേശു യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാനിനി ഒരു പാപം ചെയ്യാൻ പാടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? കർത്തൃമേശ എടുക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ അകത്താണ് കാഹള ശബ്ദം കേൾക്കാൻ പോകുന്നത്. തിരിച്ചറിയണം, തിരിച്ചറിയണം. ഞാൻ രക്ഷിക്കപ്പെട്ടൊരു സന്ദർഭം ഞാൻ പറയാം. ഇത് ലൈവ് ആയതുകൊണ്ടും പൊതു മീറ്റിംഗ് ആയതുകൊണ്ടും ഞാനിത് പബ്ലിക്ക് പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയാം. ജോഷി പാസ്റ്ററിന്റെ വീട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ജോണിക്കുട്ടി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു. ആ ദേവദാസ മീറ്റിംഗിന് വന്നപ്പോൾ ഇന്ന് യഥാർത്ഥ സാക്ഷിയായിട്ട്, ഞാൻ ഈ പറയുന്ന സാക്ഷ്യത്തിന് എന്റെ കൂടെ ഒരു സാക്ഷിയായിട്ടുള്ള ഒരാളാ ബാക്കിൽ നിന്നിരിക്കുന്ന ജോളി. ആ വീട്ടിൽ മീറ്റിംഗ് നടക്കാൻ പോകുക. പാസ്റ്റർ പറഞ്ഞത്, എനിക്കൊരു പെട്രോൾ മാക്സ് വേണം. പെട്രോൾ മാക്സ് കൊടുക്കാൻ വേണ്ടി പാസ്റ്ററിന്റെ വീടിന്റെ അപ്പുറത്ത് കൂടി ചെന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, എടാ ഒരു പാസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ എനിക്കൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഏറ്റവും മൂത്ത ചേട്ടനാ. ചേട്ടന്റെ വീട്ടിൽ ആരാണ് അടക്കുക? ചേട്ടൻ പറഞ്ഞടാ ഒന്ന് കയറിട്ട് പോ. ഏറ്റവും മൂത്ത ചേട്ടനാ. താൻ 10ാമത്തെ, താൻ 1ാമത്തെ, ഞാൻ 10ാമത്തുവാ. വാക്ക് മാറ്റാൻ ഒക്കാത്തതുകൊണ്ട് ചേട്ടനെ വെറുപ്പിക്കാതിരിക്കാൻ ഞാൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോ താടിയൊക്കെ വളർത്തിയൊരു മനുഷ്യൻ ആ സെറ്റിൽ ഇരിക്കുക. നേരെ എന്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തുനിന്ന് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി നിന്റെ അവസാനമായിരുന്നു. എനിക്ക് ജോലിക്കും അറിയാം ഞങ്ങൾ എന്നാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഈ മനുഷ്യൻ പറയാ, ഇന്നലെ രാത്രി ഇത്ര മണിക്ക് ഭൂമുഖത്ത് ജീവനോടിരിക്കാത്ത രീതിയിൽ നിനക്കെതിരെ ആമൻ കരങ്ങൾ ഉയർന്നപ്പോ അതിന് നടുവിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാനാ. നീ വിചാരിച്ചു നീ ഓടി രക്ഷപ്പെട്ടെന്നല്ലേ? അല്ല, ഞാനാ നിന്നെ രക്ഷപ്പെടുത്തിയത്. ദൈവമക്കളെ, ഒരു വടിവാളെടുത്ത് നടുവെ വെട്ടുന്ന പോലെ ആ ചരിത്രം ഞങ്ങൾക്ക് 2 പേർക്കല്ലാതെ ലോകത്തിന് മനുഷ്യനറിയത്തില്ല. അന്ന് രാത്രി വെളുപ്പിന് 4 മണിയായപ്പോ താൻ തന്റെ വീട്ടിലോട്ടോ, ഞാൻ എന്റെ വീട്ടിലോട്ടും പോയി. ഞങ്ങൾക്ക് വേറെ ആർക്കും അറിയത്തില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന മനുഷ്യൻ പറയുക, ദൈവം നിന്നെ കണ്ടതുകൊണ്ട് നീ ജീവനോടിരിക്കുന്ന. അങ്ങ് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഒരു ദൈവമുണ്ട്, ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ, കരമടിക്കാൻ വരട്ടെ. ആമേൻ. അന്ന് അകം വിറക്കാൻ തുടങ്ങി, അകത്തളത്തിന് ഇടിവാള് വെട്ടാൻ തുടങ്ങി. അന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പോയപ്പോ തൊട്ട് എന്റെ ഉള്ളില്, എടാ അവൻ ഒരു കാരണവശാലും ജോലി എന്ന് പറയത്തില്ല. കാരണം ബാംഗ്ലൂർ വന്ന മനുഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവൻ ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട അവൻ ഈ സംഭവം ഈ മനുഷ്യൻ ഇങ്ങനെ അറിഞ്ഞു. അകത്ത് സ്വസ്ഥത പോയി, സമാധാനം നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഓടി ദൈവദാസന്റെ വീട്ടിൽ ചെന്നു. പാസ്റ്റർ ജോഷി പാസ്റ്ററോട് പറഞ്ഞു, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. അവൻ ലോകത്ത് ഒരു മനുഷ്യനറിയാതെ ഞങ്ങൾ 2 പേര് മാത്രം അറിയുന്ന ഞങ്ങൾ രക്ഷപ്പെട്ട ഈ സംഭവം ആ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു? എടാ, ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ പിടി സെറ്റിയിലിരുത്തി സുവിശേഷം പറയാൻ തുടങ്ങി. പറഞ്ഞു വന്ന് എവിടെയാണെന്നറിയോ? നരകം, സ്വർഗം. നരകം, സ്വർഗം. ഒരു സെറ്റിയുടെ മൂലക്കിരുന്ന് സുവിശേഷം കേൾക്കുക ഞാൻ. യേശുവിന്റെ മടങ്ങി വരവ് പറഞ്ഞിട്ട് അവസാനം പുള്ളി പറഞ്ഞു, മോനെ, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം കൊടുക്കും. അവൻ നന്മ ചെയ്തവരെ
നന്മയ്ക്കും തിന്മ ചെയ്തവരെ തിന്മയ്ക്കും വേർതിരിക്കും. ഞാൻ ചോദിച്ചു, പാസ്റ്റേ ബൈബിളിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. നിത്യ നരകം ദൈവം സൃഷ്ടിച്ചത് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമാണ്. പക്ഷെ നീ പോകുന്നത് ആ നരകത്തിലേക്കാണ്. ഞാൻ ചോദിച്ചു, ഞാനോ? അതെ. നരകം ജോഷി പാസ്റ്റർ വിവരിക്കാൻ തുടങ്ങി. ആമേൻ. ഒരു സെല്ല് എന്നെ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു. ഒരു സെല്ല് നീ ഭാവന കാണ്. ആ സെല്ലിലേക്ക് നിന്റെ കൈയും കാലും കെട്ടി നിന്നെ ആ സെല്ലിനകത്തോട്ട് ഒരു പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എല്ലാ ഇടവും ഫില്ല് ചെയ്ത് തീ കൊണ്ട് ഉപ്പിടും. മർക്കോസ് സുവിശേഷം എടുത്തു വായിച്ചു തന്നു. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ തീ നിറച്ച് ആ സെല്ലിനകത്ത് മുഴുവൻ ഉപ്പിടും. എന്നിട്ട് നിനക്കൊരു ബ്ലാങ്കറ്റ് പുതച്ചു തരും. ആ ബ്ലാങ്കറ്റ് ചാകാത്ത പുഴുവും ആമെ കേടാത്ത തീയുമായിരിക്കും. ആ പുഴുവിന്റെ കനം ദാസ് പറഞ്ഞു തന്നു, അത് നിന്നെ വിരിക്കും. എന്നിട്ട് ഈ പുഴു വന്ന് നിന്റെ മുഖത്ത് വീഴും, നിന്റെ ശരീരത്തൂടെ പറക്കും. ഞാൻ ചോദിച്ചു, പക്ഷേ തീക്കകത്ത് പുഴു? അതെ, ആ തീക്കകത്ത് പുഴു ജീവിക്കും, പുഴു ചാകത്തില്ല. നിന്റെ മൂക്കിലും വായിലും എല്ലാ ഇടങ്ങളിലും അത് കയറിയിറങ്ങും, തട്ടിക്കളയാൻ കഴിയത്തില്ല. കാരണം കൈയും കാലും കെട്ടിയാണ് യാതന സ്ഥലത്തേക്ക് ഇടുന്നത്. അവസാനം അവിടൊക്കെ നയ്യം വിളിക്കും, മരിക്കാൻ നീ കൊതിക്കും, കഴിയത്തില്ല. ഇത് കേട്ടതും ദൂരത്തിരുന്ന് ഞാൻ അറിയാതെ ഓടി പാസ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുന്നേ നരകത്തിന്റെ യാതന എനിക്ക് വേണ്ട, എനിക്ക് അവിടെ പോകണ്ട, എനിക്ക് ഇഷ്ടമില്ല. കാരണം എനിക്ക് നിത്യത പോണോ. ഞാൻ എന്താ ചെയ്യണ്ടേ? പാസ്റ്റർ പതുക്കെ ശാന്തമായി എഴുന്നേറ്റ് എന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, അതിന് നീ ഒന്നും ചെയ്യണ്ട. യേശുവിനെ രക്ഷകനും കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ച മതി. നിങ്ങൾക്ക് കേൾക്കണോ? മുട്ട നിന്ന് വാവിട്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഞാൻ യേശുവിനെ സ്വീകരിച്ചത്, അല്ലാതെ അട്ടഹസിച്ചോ ചീരിച്ചോ ആർത്തുമല്ല യേശുവിനെ സ്വീകരിച്ചത്. ഇപ്പൊ സുവിശേഷം നടക്കുന്നുണ്ട്. ഇപ്പൊ ജനം രക്ഷിക്കപ്പെടുന്നുണ്ട്. രക്ഷിക്കപ്പെടാൻ മുന്നോട്ട് വന്ന് നേരെ മുന്നോട്ട് വന്ന് നിൽക്കും. എന്നിട്ട് പായാലും ചവിട്ടി റായും വരച്ച് ചിരിച്ച് കളിച്ച് ആമൻ അലസ്യമായിട്ട് നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുക. അത് രക്ഷയല്ല. യഥാർത്ഥ രക്ഷ പൊട്ടിക്കരഞ്ഞു യേശുവിനെ സ്വീകരിക്കണം. അതാ യഥാർത്ഥ രക്ഷ. ഡിഗ്രിക്ക് പഠിച്ചാൽ നിനക്ക് ഡിഗ്രിക്ക് നന്നായിട്ട് എഴുതാം. 10ാം ക്ലാസ് പഠിച്ചാൽ നന്നായിട്ട് 10ാം ക്ലാസ് എഴുതാം. മക്കളെ, പഠിച്ചൊരുത്തൻ രക്ഷിക്കപ്പെടുന്നെങ്കിൽ അതും കുഴപ്പമാണ്. മനസ്സിലായില്ലല്ലേ? സ്നാനം സത്യമാണെന്നും മാനസാന്തരം സത്യമാണെന്നും പഠിച്ചു മനസ്സിലാക്കി അന്നങ്ങ് മാനസാന്തരപ്പെട്ടേക്കാന്ന് കരുതി മാനസാന്തരപ്പെട്ടു. നോ, അത് യഥാർത്ഥ റിപ്പൻഡൻസ് അല്ല. യഥാർത്ഥ മാനസാന്തരം പറഞ്ഞു തരാം. ഒരുത്തൻ ബൈബിള് മാറത്ത് അടിച്ച്, എന്റെ കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി. പഠിച്ച് മാനസാന്തരപ്പെട്ടവൻ വചനം അരച്ച് കലക്കി റെഫറൻസ് സഹിതം പഠിച്ചിട്ട് മാനസാന്തരപ്പെട്ടവനെ കാണിച്ചു തരാം. കർത്താവേ, താൻ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പഠിച്ച് സ്നാനപ്പെട്ടവനാണ്. എത്ര പേർക്ക് ഇതൂത് പിടുത്തം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലെ വെല്ലുവിളിക്കും. ഈ ചർച്ചിനകത്ത് ഒരാൾ പോലും ഇല്ലാതെ എല്ലാം വിട്ടിട്ട് പോയാലും ഞാൻ ഒറ്റക്ക് നിന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കും. അങ്ങനെയാണല്ലോ ഞാൻ തുടങ്ങിയത്. പിന്നെ എന്നാ ധൈര്യം? മനസ്സിലായില്ലേ? എല്ലാം വിട്ടുപോയാലും മാനസാന്തരപ്പെട്ടത് യഥാർത്ഥമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആര് പോയ പുറകെ പോകത്തില്ല, നിൽക്കാൻ അറിയാം. അതാണ് യഥാർത്ഥ മാനസാന്തരം. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ ദൂത് മറക്കല്ലേ. തിരിഞ്ഞു വാ. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ഒരു പയ്യനെ കാണിച്ചു തരട്ടെ. അപ്പനാണെന്നറിയാം, ഞാൻ മകനാണെന്നും അറിയാം. പക്ഷെ നഷ്ടം വന്നപ്പോ അവനോട് തന്നെ പറഞ്ഞു,
ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തു. അവൻ അവിടെ ഇരുന്ന്, മക്കളെ, അവൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു ചെല്ലും, ഞാൻ മടങ്ങി ചെല്ലും. എന്നിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ, ഇനി ഞാൻ നിന്റെ മകൻ എന്ന് പറയാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരാളായി എന്നെ ഒന്ന് കണ്ടാലോ, ഇനി ഞാൻ മകനല്ല. അത് വായിക്കുമ്പോ നമ്മുടെ ബൾബ് കത്തുന്ന എന്താണെന്നറിയോ? ഇവൻ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തു. ഞാൻ ചെല്ലും, അപ്പന്ന് വിളിക്കും, പറയും. ഇത് കഴിഞ്ഞ് മടങ്ങി ചെന്നപ്പോ അപ്പനോടി വന്നിട്ട് അവിടെ പറയാണ്, മോതിരം ഇടിച്ചു, ചെരിപ്പിടിച്ചു, വസ്ത്രം ധരിപ്പിച്ചു. ഉടനെ പറയാണ്, ഇവന് വേണ്ടി കാളക്കുട്ടി അറുക്കുക. ദൈവമക്കളെ, മാനസാന്തരം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാ, 10,000 മാനസാന്തരപ്പെടാത്ത ഒരു മെഗാ ചർച്ചിനേക്കാൾ മാനസാന്തരമുള്ള 10 വിശ്വാസിയുടെ ചർച്ച് ദൈവസേന അനുഗ്രഹമാ. ദൈവമക്കളെ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ, ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നമ്മുടെ ദൈവം എവിടെന്നാ കൊണ്ടുവന്ന് വേഗം പറ, സമയമായി. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നമ്മൾ എന്തിനാ വിളിച്ചേ? ദൈവമക്കളെ, വിശുദ്ധ ജനമായിട്ട് നമ്മളവൻ എന്തിനാ തെരഞ്ഞെടുത്തേ? വിശുദ്ധ ജനമായിട്ട്. സ്വന്തത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത്, സ്വന്തം ജനമാക്കിയത് നമ്മൾ ആരാകണം? നിങ്ങൾക്കിപ്പോൾ ഇത്തരം ബോധ്യമായോ? ഒറ്റ പർപ്പസ് ദൈവത്തിനുള്ളൂ, നമ്മൾ അവന്റെ ആരാ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാളയത്തിൽ കൂടി കടക്കുമ്പോൾ അശുദ്ധി നിങ്ങളുടെ പാളയത്തിൽ കാണരുത്. ദൈവം കടന്നു പോകുമ്പോൾ നമ്മുടെ പാളയത്തിൽ എന്ത് പാടില്ല? നമ്മുടെ പാളയത്തിൽ അശുദ്ധി പാടില്ല. പാളയത്തിൽ അശുദ്ധി പാടില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എക്സ് മിലിറ്ററി ആയ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. വീട്ടിനകത്തൊരു പ്രശ്നമായി, പ്രശ്നം മാറുന്നില്ല, പ്രശ്നങ്ങൾ പഴുത്തു. പാഷന്മാര് വന്നു, പ്രാർത്ഥിക്കാൻ വന്നു, എല്ലാം വന്നു, ഒരു വിടുതലുമില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പയ്യൻ, ഒരു ദൈവദാസൻ വന്നു. ബോവസ് എന്നാ പാഷന്റെ പേര്, വടക്കെന്ന് വന്നതാ. പുള്ളി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിട്ട് പുള്ളി പറഞ്ഞു, കട്ടിൻ്റെ അടിയിൽ കോട്ട ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മനസ്സിലായി? കട്ടിൻ്റെ അടി എന്തിരിക്കുന്നു? എക്സ് മിലിറ്ററി കോട്ടയം. എല്ലാ മാസം 2-3 കുപ്പി കിട്ടുവേ. 2 കൊടുക്കും, 1 പുള്ളി കാച്ചു. പുള്ളിയുടെ ബെഡ്റൂമിനകത്തെ കട്ടിൻ്റെ അടിയിലെ കോട്ട ഇരിക്കുക. അച്ഛൻ അധികം എടുത്തോണ്ട് വന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പുള്ളി എന്നൊക്കെ പറഞ്ഞു. അമ്മാമ്മ പറഞ്ഞു, ചുമ്മാ കള്ളം പറയുക പാസ്റ്റേ, 1.5 അടി അടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അത് ഇങ്ങനെ കയറി വന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. കട്ടിനടിയൊക്കെ നിങ്ങളും പരിശോധിക്കണം. വിശുദ്ധ ജനമായിരിക്കണം. ഞാൻ അതുകൊണ്ടായി പറയുന്നത്. സ്തോത്രം. ആമേൻ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പണ്ടാണ്ട് പറഞ്ഞൊരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ വേറെ ഒരു കറിയും വെക്കത്തില്ല, സലാഡ് മാത്രമേ കറി വെക്കത്തുള്ളൂ എന്നാ പറഞ്ഞത്. എന്താണ്? സലാഡ് മാത്രം. ആ വീട്ടിലെ മോന് സലാഡ് മാത്രം. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ പോലെ സിമ്പിളായ ഒരു മോൻ ഉലകത്ത് വരെ ഇല്ല, അവൻ എന്നും സലാഡ് മതി എന്നാ പറയുന്നത്. എന്താ കാര്യം എന്നറിയോ? സലാഡിനകത്ത് എണ്ണക്ക് പകരം മറ്റേ സാധനമാ ചേർത്തിരിക്കുന്നത്. ഉപ്പി രണ്ടി ഒഴിച്ചിട്ടാ സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവൻ സലാഡ് കൂട്ടത്തുള്ളൂ. അമ്മ പറയണത്, എൻ്റെ മകനെ പോലെ താഴ്മയുള്ള സലാഡ് മതിയെന്ന്. അവന് സലാഡിൻ്റെ അകത്തിട്ട് അടിക്കുന്നത് മറ്റേ സാധനമാണ്. അപ്പൊ എന്തോ ഒരു ദൂത് കറങ്ങിത്തിരിഞ്ഞ് വരുന്നുണ്ടല്ലോ, ചീഞ്ഞു നാറുന്നൊരു ദൂത്. അതെവിടെ വെച്ചാലും സ്വർഗം പൊക്കും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ.
അപ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരുമ്പോ നിങ്ങളുടെ പാളയത്തിൽ എന്ത് കാണരുത്? അശുദ്ധി. ഇനി ഒരു വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം. ഈ കർത്താവെ ഒന്ന് ശ്രദ്ധിച്ച മക്കൾ, ഇപ്പൊ നിർത്താം കേട്ടോ, ഇപ്പൊ വിട്ടേക്കാം. കർത്താവ് പറഞ്ഞു മോശയോട്, മോശേ ഞാൻ പർവ്വതത്തിൽ ഇറങ്ങും. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇറങ്ങുന്ന പർവ്വതത്തിൽ അശുദ്ധിയോടൊരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊന്നേക്കണം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടോ? എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. പഴയ നിയമത്തിൽ ദൈവം അവകാശമായി തെരഞ്ഞെടുത്ത ജനത്തോട് ദൈവം പറഞ്ഞു, ദൈവഹിതമല്ലാതെ, വിശുദ്ധിയല്ലാതെ, ദൈവവചനമല്ലാതെ ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ എന്ത് ചെയ്തേക്കണം? ഒരു ദാക്ഷിണ്യം വേണ്ട. ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം എന്താണ്? വിശുദ്ധമാണ്. ഇത് മറിക്കല്ലേ മാഷെ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. പുറപ്പാട് 3:4 വേഗം കൊടുത്തോ. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ 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 എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. നീ നിൽക്കുന്ന സ്ഥലം എന്താണ്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും എന്ത് ചെയ്യുക? ചെരിപ്പഴിച്ച് കളക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണേ. നമ്മൾ ഇത് വായിച്ച കൂട്ടത്തിലല്ലേ നേരത്തെ വായിച്ചത്? ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി ഒരു വാക്യം കൂടി വായിച്ചേ. ആമേൻ. 18-ാമത്തെ വാക്യം. സ്ഥൂലമായതും തീ കത്തുന്നതും പർവ്വതത്തിനും ഏകതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. മക്കളെ, പഴയ നിയമത്തിലെ ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ അവര് തന്നെ പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് ഒരു വാക്കും എന്ത് ചെയ്യണ്ട, അത്രമാത്രം പേടിച്ചുപോയി. ആര്? ഇനി മോശ പേടിച്ചോ? താഴ്ത്തോട്ട് വായിച്ചേ. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാഞ്ഞു? അത്ര ഭയങ്കരമായിരുന്നു ദൈവം. ഞാൻ അത്യന്തം പോലെ ഒരു ദൂത് കയറി വരുന്നുണ്ട്. അവിടെ എന്താ ഇപ്പൊ വായിച്ച മാഷെ? അവർക്ക് എന്ത് കൂടാഞ്ഞു? സഹിച്ചുകൂടാഞ്ഞു. ഇത് ആരാധനക്ക് വരുന്ന വഴിക്ക് വണ്ടിക്കകത്തിരുന്ന് എത്ര ഇടിയും വീണ ഇന്ന് വന്നേ? ആളെ കാണിച്ചു തരണോ? തൊടണോ? വണ്ടിക്കകത്ത് എന്തിന്? ഇന്ന് ഉടുപ്പ് മാറുന്നതിന് മുമ്പ് അവൻ വസ്ത്രം തേക്കുന്നതിന് മുമ്പ് എത്ര ഇടിയും കഴിഞ്ഞാൽ ഇവിടെ ആരാധനക്ക് വരുന്നേ? ചുമ്മാ വന്ന് കയറി ഇരുന്ന് ആരാധിച്ചിട്ടും പോണല്ലേ. പക്ഷെ പഴയ നിയമ വിശ്വാസികൾക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ ദൈവത്തെ ഇന്ന് വിശുദ്ധ പകലം ആരാധനയ്ക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയോടെ ക്രമീകരണത്തോടെ ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് ക്ഷമ പറയേണ്ടത് ക്ഷമ പറഞ്ഞ് ആണോ ഇന്ന് പകൽ ഇതിനകത്ത് ആരാധനക്ക് വന്നത്? അല്ല എങ്കിൽ നീ തിയേറ്ററിൽ പോകുന്ന പോലെയാണോ വന്നത്? ഇത് രണ്ടും ചിന്തിച്ചില്ലെങ്കിൽ കളി മാറും. അങ്ങനെ ഒരു ദൈവം അല്ല മേരിയാണ്ടി നമ്മുടെ ദൈവം. സ്വത്രം. കർത്താവിന് രാമൻ പറ. കേട്ടോ? അടുത്ത വാക്യം. ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ലാഞ്ഞു? അവർക്ക് സഹിക്ക വയ്യായിരുന്നു.
ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ മക്കളെ, കാഴ്ച. മക്കളെ, മോശ നോക്കിയിട്ട് പറഞ്ഞേ, ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനാ ആര്? മോശ. മുഖാമുഖം സംസാരിച്ചു. ആരുമായിട്ട്? ദൈവവുമായിട്ട്. അത്ര സ്നേഹബന്ധമായിരുന്നു. പക്ഷെ ഇവിടെ വായിച്ചു വാക്യം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. മോശ പോലും പേടിച്ചു വിറച്ചു ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ. എൻ്റെ ഒരു ചോദ്യം, മോശ പേടിച്ച ദൈവം തന്നെയല്ലേ ഇപ്പൊ ഇതിന് നടുവിൽ വന്നിരിക്കുന്ന ദൈവം? ദൈവം മാറിയോ? ദൈവം മാറിയോ? ദൈവം മാറിയില്ല, പക്ഷെ നമ്മൾ മാറി. പഴയ നിയമത്തിൽ അബ്രഹാം അവൻ സ്നേഹിതനായപ്പോ നമ്മൾ മക്കളായി. നമുക്കൊരു മാറ്റം വന്നപ്പോ നമുക്ക് ദൈവത്തെ ഭയമില്ലാതെയായി. കൈകൂപ്പിക്കൊണ്ട് പറയുക, സ്തോത്രം. കാലം ഇനി ഒത്തിരി മുന്നോട്ടില്ല, സമയം ഇനി ഒത്തിരി പോകത്തില്ല. ഞങ്ങളെ വചനം പഠിപ്പിച്ച കുര്യാക്കോസ് സാറ് പറയുന്നത്, എന്നും പറയുന്നത് ഇന്നിവിടെ ആവർത്തിക്കുന്നു. ഒന്നെങ്കിൽ നിന്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് രണ്ടും എപ്പോ വേണേലും സംഭവിക്കാം. ആരോഗ്യമുള്ള, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാഷേ എൻ്റെ ഭർത്താവിന് ഒരു പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. പക്ഷെ നിന്നിപ്പോ ഉരുണ്ടി വീണ് തട്ടിപ്പോയി. പക്ഷെ ECG എടുത്തിട്ട് പോലും ഒരു വേരിയേഷൻ പോലും ഇല്ല. ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യരൊക്കെ ആമേൻ എന്താ പറയുന്നേ, ഈ ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇടം ബലം നോക്കുമ്പോ കാണുന്നിടത്തെ അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആമേൻ കുണ്ടന്നൂർ കൂടി വരുമ്പോൾ എത്രയോ ഫോട്ടോ ആയിട്ടിരിക്കുന്നേ. ഇങ്ങോട്ട് വരുമ്പോൾ ബീച്ച് റോഡിന്റെ അവിടെ ഇന്ന് വിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ. എന്നെ മിടുക്കനാ. നിങ്ങൾ ഇടം ബലം ഒന്ന് വണ്ടി ഓടിച്ചു നോക്ക്. അവിടെ ഇവിടെ കിടക്കുന്നു, നിര്യാതനായി, കർത്താവിന് നിദ്ര പ്രാപിച്ചു, വിട്ടുപോയി, വിട പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എല്ലാ ചെറുപ്പക്കാരാ കുമ്മുള പോലെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ലാസ്റ്റ് മെസ്സേജ് എന്ന നീൽ ഈ മെസ്സേജ് ഏറ്റെടുത്തോ. വിട്ടു പോകരുത്, ഭയപ്പെടുവാൻ ദൈവത്തോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്ന് പകൽ വേളയിൽ അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളുക, തയ്യാറായിക്കൊള്ളുക. നമ്മളീ പലർക്കും 2ാം ജന്മം അല്ലേ? നമ്മളീ പലർക്കും 2ാം ജന്മം അല്ലേ? സ്വത്രം. അത്യന്തം എന്ത് ചെയ്തു? പേടിച്ചു വിറയ്ക്കുന്നു. മോശ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ പേടിച്ച്. മക്കളെ, നമ്മൾ അവിടെയാ വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, എനിക്കിത് എങ്ങനെ നിങ്ങളുടെ അകത്തോട്ടൊന്ന് ഇട്ട് തരണമെന്ന് എനിക്ക് അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെടുന്നേ. മക്കളെ, നമ്മൾ വന്നിരിക്കുന്നത് ആ തമ്പുരാന്റെ അടുത്താ. മോശ പോലും ആ കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു? പേടിച്ചു വിറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ കാഴ്ച എന്തായിരുന്നു? പർവ്വതത്തിൽ ദൈവം ഇറങ്ങുന്ന കാഴ്ച ഭയങ്കരമായിരുന്നു. ഇനി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാ? അതുകൂടി വായിച്ചിട്ട് മാഷ അടച്ചോ, വായിച്ചേ താഴ്ത്തോട്ട്. അടുത്തത് പിന്നെയോ സിയോൻ പർവ്വതത്തിനും, അവിടം തൊട്ടൊന്ന് കുറിച്ചിട്ടോ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന് നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ്, ഒരു പർവ്വതത്തിനടുത്തല്ല, യേശുവിന്റെ രക്തത്തിനടുത്ത്. ഒന്ന് പറഞ്ഞേ, നമ്മൾ എവിടെയാ വന്നിരിക്കുന്നേ? ഒരു പർവ്വതത്തിനടുത്തല്ല. പറ, ഒരു പർവ്വതത്തിനടുത്ത് വന്നവൻ ഇത്രയും വിറച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തിനടുത്ത് വന്ന നമ്മൾ എത്ര ഭയപ്പെടണം?